ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഈ പൈസ ഇതിലേക്ക് നിക്ഷേപിച്ചത്. വൈഫിൻ്റെ വസ്തു വിറ്റിട്ടാണ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ മോളെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ കെയർ ഓഫ് എന്ന ഗുൽസാർ അഹമ്മദാണ്, തബ്ലീഗിൻ്റെ ഒരു പ്രവർത്തനമാണ്. 200 കോടി രൂപ അങ്ങേരേക്കാണ്. ഈ ഗുൽസാർ ഈ മൻസൂറിൻ്റെ തന്നെ ഒരു 10,000 കോടി അങ്ങേരുണ്ടായി. ഒരുപാട് തബ്ലീഗുകാർ അതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെയാണ് ഈ വീടുകളിൽ വന്നിട്ട് ഇതേപോലെ പറഞ്ഞ് നിങ്ങളെന്തിനാണ് സ്വർണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത്, മക്കളെ വിവാഹ ആവശ്യത്തിന് തരാം, നിങ്ങൾ 20 പവൻ ഇട്ടാൽ 25 പവന് തരാം എന്ന് പറഞ്ഞാണ് ഇവിടെ സ്വർണ്ണം ഇവിടെ കൊണ്ട് ഇട്ടത്. ഞാൻ എഗ്രിമെൻറ്റ് വാങ്ങാൻ വരുമ്പം ചാക്കിനകത്താണ് കെട്ടിയാണ് ഇങ്ങനെ പണം കൊണ്ടുപോകുന്നത്. ആര്? ഈ ഗുൽസാർ ഏജൻറ്റ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യാണ്. വേറെ വഴിയില്ല, ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല. നാളെ പരലോകത്ത് പടച്ചോൻ്റെ കോടതിയിൽ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാവും. ഇങ്ങനെ കൂട്ടാളിയും യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ പൈസ തരും. നമസ്കാരം. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അൽമുക്താദിർ ജ്വല്ലറി പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്ത് വന്നതാണ്. എന്തായാലും ഈ ജ്വല്ലറി ഉടമകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഈ നിക്ഷേപകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. നിരവധി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഒരു തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തു എങ്കിലും കൃത്യമായ നിയമ നടപടികളൊന്നും തന്നെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ നിരവധി ജനങ്ങൾ പറയുന്നത്. എന്തായാലും അവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ പണം തിരികെ ലഭിക്കണം, അതുകൂടാതെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഹനീഫ. ഞാൻ വസ്തു വിറ്റിട്ട് അങ്ങനെ മണ്ണന്തല ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് പൈസ. അപ്പോൾ എൻ്റെ മോളെ വിവാഹ ആവശ്യത്തിനാണ്. ഇപ്പോൾ മോളെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കെയർ ഓഫ് എന്ന ഗുൽസാർ അഹമ്മദാണ്, തബ്ലീഗിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇവിടെ ഫ്ലാറ്റിലാണെങ്കിൽ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പിന്നെ കെയർ ഓഫുകാരെ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊന്നും നമ്മളിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ പൈസ പലപ്പോഴും ആവശ്യപ്പെടാൻ വരുമ്പോൾ ഇന്ന് തരും, നാളെ തരും, മറ്റന്നാൾ തരും എന്ന് പറയണമല്ലാതെ ഇങ്ങനെ പൈസ തരുന്നില്ല. നിങ്ങൾ എൻ്റെ വൈഫിൻ്റെ വസ്തു വിറ്റിട്ടാണ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ മോളെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ. അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ആര്? ഈ ഗുൽസാർ അഹമ്മദാണ് ഇതിൻ്റെ. അങ്ങേരെ തന്നെ 200 കോടി രൂപ അങ്ങേരെ കാണും. ഈ ഗുൽസാർ ഈ മൻസൂറിൻ്റെ തന്നെ ഒരു 10,000 കോടി അങ്ങേരുണ്ടാവും. ഇപ്പോൾ നമ്മളെ ഏരിയയിൽ വന്നിട്ട് ഒരുപാട് തബ്ലീഗുകാർ അതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെയാണ് ഈ വീടുകളിൽ വന്നിട്ട് ഇതേപോലെ പറഞ്ഞ് നിങ്ങളെന്തിനാണ് സ്വർണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത്, മക്കളെ വിവാഹ ആവശ്യത്തിന് തരാം, നിങ്ങൾ 20 പവൻ ഇട്ടാൽ 25 പവന് തരാം, 40 ഇട്ടാൽ 50 തരാം എന്ന് പറഞ്ഞാണ് ഇവിടെ സ്വർണ്ണം ഇവിടെ കൊണ്ട് ഇട്ടത്. അവസാനം ഇങ്ങേരിപ്പോൾ മോളെ കല്യാണമായി പൈസയും തരുന്നില്ല, ഇങ്ങനെ ഇപ്പോൾ വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. ഇപ്പോൾ മൻസൂർ ഏജൻറ്റിനെ വിളിക്കുമ്പോൾ അങ്ങേര് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വാങ്ങി തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ്. ഇങ്ങേര് ഈ ഷക്കൂർ കടയിൽ നിന്ന് ഞാൻ എഗ്രിമെൻറ്റ് വാങ്ങാൻ വരുമ്പം ചാക്കിനകത്താണ് കെട്ടിയാണ് ഇങ്ങനെ പണം കൊണ്ടുപോകുന്നത്. ആര്? ഈ ഗുൽസാർ ഏജൻറ്റ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. രാത്രി 9-9:30 മണിക്ക് ഈ ഷക്കൂറിൽ നിന്ന് പൈസ ചാക്കിനകത്ത് കെട്ടിയാണ് ഇങ്ങനെ ഇന്നോവ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എങ്ങനെ പറഞ്ഞു മൻസൂറിൻ്റെ വീട് റെയ്ഡ് കടന്ന് അവിടുത്തെ വണ്ടികളെല്ലാം പോലീസ് കൊണ്ടുപോയെന്ന്. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഈ മൻസൂറിൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ വണ്ടികളെല്ലാം അതിനകത്ത് കിടക്കുകയാണ്. വണ്ടികളൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഇങ്ങനെ ഈ പച്ച കള്ളങ്ങളാണ് ഈ പറഞ്ഞ് ജനങ്ങളെ പ്രേരിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഈ പൈസ ഇതിലേക്ക് നിക്ഷേപിച്ചത്. പക്ഷേ ഇന്ന് എല്ലാവരും മനസ്സ് നീറി ബന്ധു ഉരുവി ജീവിക്കുകയാണ്. മനസ്സിലായി? ഇതാണ് ഇവരവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുവരിക, ഈ ഏജൻറ്റ് മുഖാന്തരം കൊണ്ട് പൈസകൾ മൊത്തവും ഇങ്ങനെ സർക്കാർ കണ്ടെടുത്ത് ഈ പാവങ്ങളെ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഇപ്പോൾ പറയാനുള്ളത്. പണം ചോദിക്കുമ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞത്? ഈ പണം ചോദിക്കുമ്പോൾ ഇന്ന് തരും, നാളെ തരും, അടുത്ത മാസം തുറക്കും, മറ്റന്നാൾ തുറക്കും. ഇന്നലെ മൻസൂറിൻ്റെ പിന്നീട് ഒരു വീഡിയോ ഇതിൽ വന്ന് അടുത്ത മാസം തുറക്കും, പൈസ തരാമെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ തന്നെ 15 കുടുംബങ്ങൾ ഷക്കൂറിൽ നിരാഹാരം കിടക്കുകയാണ്. 15 കുടുംബങ്ങൾ അപ്പോൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ അങ്ങേര് ഒരു വോയിസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കൽ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഭീഷണിക്കൊന്നും ആരും വഴങ്ങൂല. മൻസൂറിൻ്റെ ഭീഷണി പണ്ടായിരുന്നു. ഇനി ആരും ഈ മൻസൂറിൻ്റെ ഏജൻറ്റിൻ്റെയോ ഭീഷണിക്കുന്ന ആരും വഴങ്ങൂല. ഇന്ന് അങ്ങനെ മുന്നിൽ വന്ന് നിന്നാൽ പിടിച്ചു നിർത്തി പൈസ വാങ്ങിക്കാനുള്ള ചങ്കൂറ്റ ഈമാനും നമുക്കുണ്ട്. പക്ഷേ ഇങ്ങനെ പൈസ തരാതെ ഇവിടെ നിന്ന് മുങ്ങിയാൽ ഇങ്ങനെ പരലോകത്ത് വെച്ച് ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഭാര്യ മക്കളുടെ സന്താന പരമ്പര
ശരീരങ്ങൾ വ്രണങ്ങളായി പൊട്ടി ഒലിച്ച് വസ്ത്രങ്ങൾ നടക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടാകും. നാളെ പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ ഞങ്ങളൊരു മതത്തിൻ്റെ ഒരു രീതിയുണ്ട്. ആരെങ്കിലും ഭൂമിയിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഈ പൈസയെല്ലാം വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വിടുള്ളൂ. പക്ഷേ നമ്മളെ പൈസ തരാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ പാവങ്ങളെല്ലാം ഈ മനുഷ്യൻ്റെ കിതാബിലേക്ക് ഇട്ടി കത്തിക്കാണ് നരകത്തിലേക്ക് വലിച്ചെറിയും. അതാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പൈസ തരിക. ഇങ്ങനെ യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ പൈസ തരും. യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ ഇങ്ങനെ കൂട്ടാളിയും. യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ പൈസ തരും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ 11 പവന്, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് ഇതുപോലെ എൻ്റെ മകളുടെ ആവശ്യത്തിനായിട്ട് ഒരു 11 പവൻ സ്വർണം, അത് ഇവരുടെ ഒരു 3 മാസത്തെ 6 മാസത്തെ 11 മാസത്തെ സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്വർണം മേടിക്കാനായിട്ട് വന്നയാളാണ്. അപ്പം മോളുടെ കല്യാണം ശകലം താമസമുള്ളതിൻ്റെ പേരിൽ അവർ പറഞ്ഞൊരു 11 മാസത്തെ സ്കീം ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞു. അത് അവരെ മതിയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും എനിക്ക് തരണം. ആ വ്യവസ്ഥയിലാണ് ഞാൻ അവരോട് ചേരുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് മലബാർ ഗോൾഡ്, ജോസ്കോയിലൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ചേർന്നത്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഉരുപ്പടി നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യവസ്ഥയിലാണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടും ചേർന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഒരു പാർട്ടികൾക്ക് അവർക്ക് ഒരു ന്യായമായ രീതിയിൽ ഞാൻ ഇതുപോലെ സ്വർണത്തിൻ്റെ കേസ് ഒരു കല്യാണ ആവശ്യമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തികൾക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ഒരു വിശ്വസ്ത നമുക്ക് ഉണ്ടായി. അപ്പോൾ അതെല്ലാം വെച്ചാണ് ഞാൻ കോട്ടയത്ത് വന്ന് ചേർന്നത്. കോട്ടയത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതിൻ്റെ പേരിൽ ഞാനിവിടെ പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾ എത്ര പണം പോയി? എൻ്റെ ഒരു 6 ലക്ഷം രൂപ ഉണ്ട്. 6 ലക്ഷം രൂപ. ഞാനിപ്പം റിട്ടയർഡായിട്ട് ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയ എൻ്റെ വരുമാനം പിരിഞ്ഞു കിട്ടിയ പൈസയിൽ നിന്നുള്ള പൈസയാണ് ഞാനിവിടെ നിക്ഷേപിച്ചത്. പേരെന്താ? നൗഷാദ്. ഞാൻ തിരുവനന്തപുരത്ത്. തന്നെയാണ്. എവിടെയാണ് പണം? എവിടെ നിക്ഷേപിച്ചത്? ഞാൻ ഷുക്കൂറിൽ. എത്രയാണ്? എനിക്ക് 9 ലക്ഷം. പണം ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ പൈസയായിട്ട് നിക്ഷേപിച്ചതല്ല, ഞാൻ സ്വർണ്ണം ഇട്ടതാണ്. വൈഫിൻ്റെ സ്വർണ്ണം കൊണ്ട് വിട്ടതാണ്. ഇവര് തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു വിശ്വാസമില്ല നമുക്ക്. കേസ് കൊടുത്തു. സ്റ്റാച്യൂർ കേസ് കൊടുത്തു. ഇത്തരത്തിലാണ് സാഹചര്യം. നിരവധി പേരാണ് പണവും സ്വർണവും എല്ലാം തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്താണ് പേരെന്താ? ഷറഫുദ്ദീൻ. എവിടുന്നാണ് വരുന്നത്? ഞാൻ കല്ലറ. എവിടെയാണ് നിക്ഷേപിച്ചത്? ഞാൻ അൽമുത്താറിൻ്റെ നമ്മളെ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളതിൽ. എത്ര പണം? ഞാൻ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു. അവൾക്ക് കുറച്ച് സ്വർണം കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വർണം വാങ്ങാൻ വന്ന വഴിയിൽ ഇവരെന്നോട് പറഞ്ഞ് ഇവിടെ നിക്ഷേപിച്ചാൽ 20% ലാഭം തരാമെന്ന് പറയും. അങ്ങനെ അവിടെ ഉള്ളവരെന്നെ പ്രലോഭിച്ചാണ് യഥാർത്ഥത്തിൽ എന്നെ അവിടെ നിക്ഷേപിക്കുക. 11 മാസത്തേക്ക് നിക്ഷേപിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ആ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 16-ാം തീയതി ഞാൻ ഇവർക്ക് പൈസ വേണമെന്നുണ്ട് എഴുതി കൊടുത്തിരുന്നു. ആ സമയത്ത് പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ എഗ്രിമെൻറ്റും അവർ കൈക്കലാക്കി. പിറ്റേ മാസം എനിക്ക് പൈസ തരാമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്താണ് ED കയറുകയും അതോടുകൂടി അവർ പൂട്ടുകയും ചെയ്തിട്ട്. അതുപോലെ ഒരുപാട് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൂടെ വന്നൊരു പാവപ്പെട്ടൊരു സഹോദരൻ ഈ നിൽക്കുന്നത് അസീസ് എന്നാണ്. അദ്ദേഹം 2 പെൺകുട്ടികളുമായി ജീവിക്കുന്ന ഗൾഫിൽ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളത് വിറ്റ് 25 ലക്ഷം രൂപ കൊണ്ടിട്ടിട്ടാണ് ഈ സഹോദരൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാണ്. അത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ അവിടെ നിന്ന് തന്നെ ഒരുപാട് ജനങ്ങളിൽ നിന്ന് ഇതിനൊക്കെ പറ്റിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പൈസ പറ്റിച്ച് ഇനി മേലാൽ നാട്ടിൽ നിന്ന് ആരും പറ്റിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏതെങ്കിലും ഒരു നടപടിയെടുത്ത് അവനെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ വാർത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ടിറങ്ങുകയും ചെയ്യണം. എന്തായാലും ജനങ്ങളെല്ലാവരും തന്നെ വളരെ വികാരഭരിതമായാണ് സംസാരിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉമ്മ എവിടുന്നാണ്? കരുനാഗപ്പള്ളി. പിന്നെന്താ പേരെന്താ? ഷീബ. കരുനാഗപ്പള്ളി തന്നെയാണോ പണം നിക്ഷേപിക്കുക? കൊല്ലമല്ല, ബസ്സത്തിലാണ് ഇട്ടത്. കരുനാഗപ്പള്ളിയിലുള്ള നാസർ ഹാദിയാണ് ഞങ്ങൾ ആദ്യം ഇതിനകത്തോട്ട് കൊണ്ടാക്കിയത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് 11 മാസത്തേക്ക് സ്വർണ്ണം അഡ്വാൻസ് ബുക്കിംഗ് ആയിരുന്നു. 11 മാസം കഴിഞ്ഞ് സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇട്ടോ കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമാകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊല്ലം ബ്രാഞ്ച് മാനേജർ സബീർ, പിന്നെ കൊല്ലത്തെ അക്കൗണ്ടൻറ്റ്, ഇവരെല്ലാവരെയും കൂടെ ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പം മുതൽ
പിന്നെ പല പ്രാവശ്യം ഞങ്ങൾ പോയി, അവിടെ സ്വർണ്ണമില്ല. അങ്ങനെ ഞങ്ങൾ കാശ് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ നാളെ തരാം, മറ്റന്നാൾ തരാം, ഇവിടെ ഭയങ്കര സെയിലായിരുന്നു, അപ്പോൾ സ്വർണ്ണം അതുകൊണ്ടാണ് ഇല്ലാത്തത്, ഉടനെ ഇത് വരും, സ്റ്റോക്ക് ഉടനെ വരും, ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ പ്രാവശ്യമായിട്ട് നടത്തിച്ചു. എന്നിട്ടും ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു, FIR ഇട്ടു. എന്നിട്ടും രക്ഷയില്ല. ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്യാണ്, വേറെ വഴിയില്ല, ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ ഉന്നത അധികാരികൾ ഇതിനകത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് നീതി വാങ്ങിത്തരണം. എത്ര പണം ലഭിക്കുക? 30 ലക്ഷം രൂപ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിരുന്നു. സ്വർണം ബുക്ക് ചെയ്യാൻ വേണ്ടി അതായത് ഒരു 11 മാസം കഴിയുമ്പോൾ 0% പണിക്കൂലിയിൽ ഞങ്ങൾക്ക് ഗോൾഡ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കൊല്ലത്തുനിന്ന് വരിക. എവിടെയാ പണം? എവിടെയാ? അൽമുക്തദറില. കരുനാഗപ്പള്ളി ബ്രാഞ്ച്? അല്ല, കൊല്ലം ബ്രാഞ്ചിലായിട്ടത്. എത്ര പണം? ഞാൻ കുറച്ചിട്ട് ആക്കേണ്ട കാര്യമില്ല. കാശിട്ടുണ്ട്, മീഡിയം അത്ര ഇട്ടിട്ടുണ്ട്. എന്താ പണം തിരികെ ചോദിക്കുക? എന്താ അവർ തിരികെ ചോദിക്കുമ്പോൾ കട അടച്ചിരിക്കുക. ഇപ്പോൾ അവർ ഇപ്പം തരാം പിന്നെ തരാമെന്നിങ്ങനെ വാക്ക് പറഞ്ഞു വെച്ചേക്കുന്നല്ലാതെ വേറെ കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഞങ്ങളും കൂടെ സംഘടിച്ചെത്തിയെന്നേ ഉള്ളൂ. ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരെ ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഈ ആൾക്കാരുടെ കാശ് കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാനുള്ളൊരു ഇതില്ല. പുള്ളിക്കാരൻ എവിടെയെങ്കിലും നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. നമ്മൾ കാശ് കൊടുത്ത ഏജൻറ്റന്മാരുണ്ട് അവിടെ, അവരെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ഇന്ന് കിട്ടും, നാളെ കിട്ടും, 2 മാസം കഴിയട്ടെ, നോക്കട്ടെ, വരട്ടെ എന്നൊക്കെയുള്ള വർത്തമാനമല്ല, വേറെ ഒന്നും പറയുന്നില്ല. പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇവർ ഞങ്ങളെന്ത് ഈ കാശായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അതിനനുസരിച്ചുള്ള ലാഭവിഹിതമാണ് പറഞ്ഞത്. നമ്മൾ അല്ല പലിശക്കൊന്നും കൊടുത്തതല്ല, ലാഭവിഹിതത്തിന് വേണ്ടിയാണ് കൊടുത്തത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കാശ് കൊടുത്തേക്കുന്നത് ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ട് അതിൽ നിന്നും കാശ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്. അവർ ഈ കാശ് കൊണ്ടുവന്ന് വേറെ എന്തോ ചെയ്തു എന്നൊന്നും അറിയാൻ വയ്യ. ഇപ്പോൾ 11 മാസം ഡേറ്റ് പറഞ്ഞാൽ 11 മാസം കഴിഞ്ഞവർക്കും പേപ്പർ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 3 മാസം കൂടെ പറയുക, അത് കഴിഞ്ഞേ കൊടുക്കത്തുള്ളെന്ന്. അങ്ങനായി മൊത്തം അങ്ങ് ബന്ധാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഡിസംബർ 7 മാസം 9 മാസം ആവുന്നു. 9 മാസം ആവുന്നു ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ട്. നമ്മൾ സ്വർണം ബുക്കിങ്ങിന് കൊടുത്തതാണ്, സ്വർണം ബുക്കിങ്ങിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഡേറ്റ് തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർണം തിരിച്ചു തരും, അതിൻ്റെ കൂടെ 0 പണിക്കൂലിയും കൂടെ ചേർത്ത് തരും എന്നുള്ള രീതിയിലാണ് അവർ എടുത്തത്. ഇപ്പം നമ്മൾ ചോദിച്ചിട്ട് പണവുമില്ല, 8-9 മാസം കഴിയുന്നു ഇപ്പം. അപ്പോൾ അതിൻ്റെ ഏജൻറ്റന്മാരും ഇല്ല, ആരുമില്ല ഇപ്പോൾ അതിനകത്ത്. എത്ര പണം? നമ്മൾ 5 ലക്ഷം രൂപ ഇട്ടത്. അതിന് 8-9 മാസം കഴിയുന്നു. നമ്മളൊരു പെൺകുട്ടിയെ അയക്കാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. അപ്പോൾ അതിൻ്റെ സമയമാകുമ്പം സ്വർണം തിരിച്ച് തരാം എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. നമ്മളിലാകെ 3 ലക്ഷം രൂപ ഉള്ളായിരുന്നു. പിന്നെ ഭാര്യയുടെ മാലയും താലിയും എല്ലാം കൂടെ ഊരി കൊടുത്താണ് 5 ലക്ഷം രൂപ ആക്കിയത്. അങ്ങനെ കൊടുത്ത പൈസയിലാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് എന്ന് കിട്ടാനാണെന്നുള്ള പെൺപിള്ളേരെ എങ്ങനെ അയക്കും? ഈ പൈസ കിട്ടാതെ നമ്മൾ എങ്ങനെ അയക്കും പെൺകുട്ടികളെ? അങ്ങനെയുള്ളൊരു വലിയ ബുദ്ധിമുട്ടിലാണ് പലരും. ഇത്തരത്തിൽ ഈ മക്കളുടെ വിവാഹം ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് പണം നിക്ഷേപിച്ച നിരവധി പേരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി അവരുടെ പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതികരണങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പേരാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഈ ഒരു മൻസൂർ ഉൾപ്പെടെയുള്ള ഈ ജ്വല്ലറി ഉടമകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ഇവർക്ക് ഇരകൾക്ക് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.